Uh, Today, as I told yesterday, we'll be doing 2-3 projects, and I'll be showing to code in Python, some simple project maybe, and you will be playing along with me. It's a nice game I made for you. അപ്പം, and like yesterday, I want to start off the session with. Okay, I would like to start off the session by showing you some projects. Okay, I'm sharing the screen. The screen is visible, right? Screen കാണാമോ? Yes, കാണാം. കാണാം. Garage door. Disarm alarm. Okay, I am disarming your security system. Lights. Station ESPN. ഓക്കെ, അപ്പം ഇത് റാസ്ബെറി പൈ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മെയിൻ കൺട്രോളർ റാസ്ബെറി പൈയിലാണ്. അപ്പം ഈ ക്യൂബ് സോൾവറിന്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇമേജ് പ്രോസസ്സിംഗ് വേണം. അതായത് ഓരോ സൈഡിൽ ഏത് കളറാന്ന് അറിഞ്ഞാലാണ് മാത്രമാണ് നമുക്ക് എന്താ ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് സ്റ്റെപ്പർ മോട്ടോഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി ഇത് എന്താ ഞാൻ ഇന്നലെ പറഞ്ഞ മറ്റേ ബിറ്റ്കോയിൻ മൈനിങ് ഒക്കെ പറ്റുന്നു. അതേപോലെ ക്ലസ്റ്റർ കമ്പ്യൂട്ടർ, ഈ ഹൈ ഹെവി കമ്പ്യൂട്ടിംഗ് ടാസ്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാം റാസ്ബെറി പൈസ് തന്നെയാണ്, എല്ലാം കൂടി ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കാം. അപ്പം നമുക്ക് എന്തെങ്കിലും വലിയ ലോഡ് ഉണ്ടെങ്കിൽ ഈ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഡിസ്ട്രിബ്യൂട്ട് ലോ ആൻഡ് പ്രോസസ് ഡേറ്റ ആൻഡ് വിൽ ഗെറ്റ് ഔട്ട്പുട്ട്. സ്മാർട്ട് മിറർ നമ്മൾ ഇന്നലെ കണ്ടത് തന്നെ. ആ മിററിൽ നമുക്ക് ടെമ്പറേച്ചർ ഡാറ്റ, ഫോൺ നോട്ടിഫിക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. And we'll also get to know the news. Okay, this is the one part. Game Boy എല്ലാവർക്കും അറിയാലോ, എമുലേഷൻസ് ചെയ്യാൻ പറ്റും റാസ്ബെറി പൈയിൽ. ഇറ്റ്സ് ക്വൈറ്റ് പവർഫുൾ ആൻഡ് വി ക്യാൻ പ്ലേ ഗെയിംസ് വിത്ത് ഇറ്റ്. അപ്പം നമ്മുടെ പണ്ടത്തെ ഗെയിംസ് മാരിയോ, സോണിക്, ഹെഡ്ജോ അങ്ങനത്തെ ഗെയിംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കളിക്കാൻ പറ്റും. സോ ഇത് ആക്ച്വലി ഒരു നിന്റൻഡോ അല്ല, ഇതൊരു 3D പ്രിന്റഡ് ചാസിൽ അതിൻ്റെ അകത്ത് റാസ്ബെറി പൈ ആണ് ഇരിക്കുന്നത്. ഓക്കെ, അനദർ വൺ ഒരു 5 ഫോൺ നമുക്ക് ഡയൽ ചെയ്യാം ആൻഡ് വി കൻ കോൾ ലൈക്ക് ദിസ്. ഇത് കുറെ പേര് കണ്ടിട്ടുണ്ടോ? ഇത് ബേസിക്കലി ആർഡിനോ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ വരയ്ക്കുന്ന ടക്സ് എന്ന് പറഞ്ഞ സാധനമാണ്. ലിനക്സ്, ഐ മീൻ ഉബുണ്ടു ലിനക്സിന്റെ ഒരു സിമ്പലാണ് ടക്സ്. ടക്സ് പെയിന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും. ഓക്കെ, ഇതും മെയിൻലി ഒരു ഗെയിം പോലെ നമ്മുടെ ഒരു ഡിസ്പ്ലേയിൽ വി ക്യാൻ റെൻഡർ ഗ്രാഫിക്സ്. ഓക്കെ, ദിസ് ഇസ് ഡ്രോൺ. അത് വൈഫൈ കൺട്രോൾ ഡ്രോൺ ആണ് കണ്ടത്, ട്രൈങ് വയ വൈഫൈ. സോ സാധാ ട്രഡീഷണൽ ഡ്രോൺസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ 2.4 GHz റിമോട്ട് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. ഇത് ഈസ് യൂസിങ് വൈഫൈ, അതായത് റാസ്ബെറി പൈയിലാണ് എനിക്ക് തോന്നുന്നതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് ലേസർ എൻഗ്രേവിംഗ്. Again, this can be done with Arduino, but the same thing can also be done with Raspberry Pi. റാസ്ബെറി പൈ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രോഗ്രസ് എന്തോരമായെന്ന് നമുക്ക് വയർലെസ്സിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് അനദർ കൂൾ പ്രൊജക്ട്, VR സർവൈലൻസ്. അപ്പം ആള് തല തേക്കുന്നതനുസരിച്ച് എന്താണോ റോബോട്ട് ഹെഡ് മൂവ് ചെയ്യുന്നുണ്ടോ. ഇങ്ങനെ റോബോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സർവൈലൻസ് നടത്താം ഒരു ഏരിയ. Okay, he is using 2 cameras. Okay, Bitcoin miner. Okay, this is എല്ലാം റാസ്ബെറി പൈസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സാധനം അതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഒരു ഹാർഡ്വെയർ ആണ് ബേസിക്കലി യൂസ് ഫോർ ബിറ്റ്കോയിൻ മൈൻ. പിന്നെ മീഡിയ സെന്റർ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. നമ്മുടെ ഹോം നെറ്റ്വർക്കിലേക്ക് നമ്മുടെ റാസ്ബെറി പൈ കണക്ട് ചെയ്തിട്ട് നമ്മുടെ റാസ്ബെറി പൈയിലേക്ക് ഒരു ഹാർഡ് ഡിസ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള വീഡിയോ ആൻഡ് ഓഡിയോ നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിലുള്ള ഏത് ഡിവൈസസിലും ആക്സസ് ചെയ്യാം. ഫോൺ ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, ഐ മീൻ TV ആയിക്കോട്ടെ. ഓക്കെ, ആർക്കേഡ് ക്യാബിനറ്റ് നേരത്തെ കാണിച്ച സിമുലേഷൻ പോലെ തന്നെ
പണ്ടത്തെ ഗെയിംസ് നമുക്ക് വേണമെങ്കിൽ റാസ്ബെറി പൈയിൽ സിമുലേറ്റ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ഓൾസോ കൂൾ പ്രോജക്ട്. അപ്പോൾ നമുക്ക് റാസ്ബെറി പൈയിൽ കാറിനകത്ത് നിന്ന് ഡാറ്റ റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ബേസിക്കലി. സോ എല്ലാരും ഇവിടെ തന്നെ ഇല്ലേ? ഉറങ്ങിയോ? അല്ല, ഇവിടെ ഉണ്ട്. ഉണ്ട്. Yes, we are here. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇന്നലെ നമ്മൾ റാസ്ബെറി പൈ ആക്സസ് ചെയ്യാൻ 2 മെത്തേഡ് പഠിച്ചായിരുന്നു. ഏതൊക്കെയാണ്? ഓക്കെ, വെരി ഗുഡ്. PNC ആൻഡ് കുട്ടി. ആരാ പറഞ്ഞേ? അഭിഷേകാണോ? ഓക്കെ, അപ്പം നമുക്ക് VNC വഴി ആക്സസ് ചെയ്യാം. സോ എനിക്കിവിടെ ഞാൻ സാധനങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു സാധനം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഐ എം ഗോയിങ് ടു കണക്ട്. റാസ്ബെറി പൈ ഞാൻ കണക്ട് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? പുട്ടി ആക്സസ് ചെയ്യാം. പുട്ടി ആക്സസ് ചെയ്യാം. എങ്ങനെ ഓർക്കുന്നുണ്ടോ? 192.168.112. ഞാൻ ഫോണ്ട് കുറച്ച് വലുതാക്കാൻ ചേഞ്ച് 20 കൊടുക്കാം. പാസ്വേഡ് Raspberry. Okay, we got access to the Raspberry Pi. അപ്പൊ നമുക്ക് ഗെയിം കളിച്ച് നോക്കാം. റെഡി അല്ലേ? പിന്നല്ല, ഇവിടെ പ്രത്യേകിച്ച് ഡെസ്ക്ടോപ്പ് ആയിരുന്നു തോന്നുന്നു. നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഇന്നലത്തെ അഭിഷേക് കിടപ്പുണ്ട്, game.py കിടപ്പുണ്ട്, പിന്നെ test.py കിടപ്പുണ്ട്. ഗെയിമും ടെസ്റ്റുമാണ് ഞാൻ ചെയ്ത കാര്യങ്ങൾ. അപ്പൊ നമുക്ക് എനിക്ക് നിങ്ങളുടെ ഇത് വേണം കേട്ടോ. I'll be asking questions to you. You should answer. Like, ഒന്നുമില്ല, ജസ്റ്റ് 2-3 വേർഡ് പറഞ്ഞാൽ മതി. സോ we'll go with test.py. test.py. അപ്പം എനിക്ക് തോന്നുന്നു സൈമൾട്ടേനിയസ്ലി രണ്ടും നോക്കേണ്ടി വരും. ഓക്കെ ഓക്കെ, അപ്പൊ ഞാനത് റൺ ചെയ്യാൻ പോവാം. എൻ്റർ എ വേർഡ്. എന്റെ ക്യാമറ ഒന്ന് നോക്കണേ. എൻ്റർ എ വേർഡ് പറഞ്ഞോ, എന്തെങ്കിലും ഒരു വേർഡ് പറ. പൈ. എന്തെന്നാ? റാസ്ബെറി പൈയില് പൈ. ഓക്കെ, PI. ഓക്കെ, ഒരു പ്ലസ് പൈ. ഞാനിത് ഇങ്ങോട്ട് പിടിച്ചാണ്, എനിക്ക് ഇപ്പൊ കണക്ഷൻ ഒന്ന് പോയി. ഓക്കെ, പൈ അല്ല. എനിക്ക് ഓക്കെ, ക്യാമറ താഴേക്കാക്കുവാണ്. എനിക്കെന്തോ നിങ്ങൾ കാണിക്കാൻ പറ്റുന്നില്ല. ക്യാമറ താഴേക്ക് ആക്കുമ്പോഴത്തേക്കും
ഓക്കെ ഓക്കെ വരുന്നുണ്ട്. ഹലോ. ഓക്കെ ഒരു വേർഡ് പറഞ്ഞേ. നൈസ്. നൈസ്. ചെറിയൊരു ഡിലേ ഉണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാപ്ടോപ്പ് ഫോൾഡ് ചെയ്ത് വെച്ചേക്കും. അപ്പം വൈഫൈ റിസപ്ഷൻ കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു ഡിലേ വരുന്നത്. നൈസ്. ഞാൻ എൻ്റർ അടിച്ചു. NICE 4 ലെറ്റർ അല്ലേ നൈസിൽ? ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഓറൽ സെർച്ച് ടു വൺ തിങ്. ഞാൻ ഇങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് ഞാൻ പൊക്കി കാണിച്ചു തരാം. ഞാൻ ലാപ്ടോപ്പ് സ്ക്രീൻ താത്തുമ്പോൾ ഒരു ഇഷ്യൂ വരുന്നു. ഇപ്പൊ 4 LED കാണാം. ഓക്കെ, ഒരു സിംഗിൾ ലെറ്റർ വേർഡ് ഞാൻ അടിക്കാം. ഏന്ന് അടിച്ചു. ഓക്കെ, 1 LED. അപ്പൊ നിങ്ങൾക്ക് കാര്യം ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ബേസിക്കലി എന്താക്കെങ്കിലും പറയാവോ? വവൽസ് നമ്പർ ഓഫ് ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്പർ ഓഫ് ലെറ്റേഴ്സ്. ഒരു വേർഡ് അടിക്കുമ്പോ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് ബ്ലിങ്ക് ചെയ്യും. ഐ മീൻ ലൈറ്റ് കത്തും. ലൈറ്റ് എത്തും. ഓക്കെ, പെർഫെക്റ്റ്. അതാണ് സാർ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ ആരെങ്കിലും പേര് പറ. 5 ലെറ്ററിന്റെ പൊക്കത്തുള്ള വേർഡ് അടിച്ചു നോക്കാം. 5 ലെറ്ററിന്റെ പൊക്കത്തുള്ള പേര് പറഞ്ഞു. കമ്പ്യൂട്ടർ. ഓക്കെ, കമ്പ്യൂട്ടർ. Taking some time. Okay, ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണേ. സോറി ഫോർ ദ ഡിലേ. ജനൽ അല്ലാത്ത കാണിക്കാൻ പറ്റുമോ? പൊക്കി പിടിച്ചോണ്ട് അപ്പൊ ശരിക്കും കാണാൻ പറ്റും. കാണാൻ പറ്റും. ഓക്കെ ഓക്കെ. എന്താ അറിയോ, കണക്ഷൻസ് ഒക്കെ ഇത്തിരി ഡെലിക്കേറ്റ് ആണ്. അതുകൊണ്ട് ഓക്കെ, എല്ലാം ഓഫ് ആവുകയും ചെയ്തു. ഡിസ്പ്ലേ എൻ്റർ വേർഡ് വിത്ത് ലെസ് ദാൻ 5 ആൽഫബറ്റ്സ്. ഓക്കെ, വേറെ എന്തെങ്കിലും പറ. LED ട്രൈ ചെയ്യാം. LED വയ്ക്കുമ്പോ എന്താ സംഭവിക്കണ്ടേ? 3 എണ്ണം കത്തണം അല്ലേ? ഇത്തിരി ഡെലിക്കേറ്റ് സെറ്റപ്പ് ആണ്. പ്രശ്നം. ബേസിക്കലി കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, LED 3 എണ്ണം കത്തും. We'll try one more game. കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആ. നമുക്ക് കാണാൻ കുറച്ചുകൂടി കാണാം. എല്ലാരും സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കളിച്ചിട്ടുള്ളല്ലേ? റോക്ക് പേപ്പർ സിസേഴ്സ്. അപ്പം റോക്ക് പേപ്പർ സിസേഴ്സ് വെച്ചിട്ട് ആ ഒരു ഗെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് ഞാനും കമ്പ്യൂട്ടറും തമ്മിൽ കളിക്കാൻ പോണേ. സോ ഇത് സെഷൻ നിങ്ങളാണ് കമ്പ്യൂട്ടറിൽ കളിക്കാൻ പോണേ. എനിക്ക് VNC ഇത് ഇത്തിരി സ്ലോ ആയിട്ട് തോന്നുന്നു. സോ ഞാൻ എടുക്കാൻ പോവാം. എന്തോ what is the second way of accessing the Raspberry Pi other than SSH or PuTTY? VNC. Okay, let's do VNC. VNC എടുത്തു. ഇന്നലത്തെ അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഡെസ്ക്ടോപ്പ് എൻവയൺമെന്റ് കിട്ടി. നമ്മുടെ game.py test.py. സോ നമുക്ക് തോണി എന്ന് പറഞ്ഞൊരു എൻവയൺമെന്റ് അല്ലെങ്കിൽ നമുക്ക് ടെർമിനലിൽ നിന്ന് തന്നെ റൺ ചെയ്യാം. ഐ ഹോപ്പ് ഇറ്റ്സ് വിസിബിൾ. ഡെസ്ക്ടോപ്പിൽ പോവാം നമുക്ക്. അവിടെ എവിടെയാ ഉള്ളത്? game.py. ബൈ. game.py. Okay. Enter 1, 2 or 3 for rock, paper and scissors respectively. പറഞ്ഞോ. പേപ്പർ. പേപ്പർ ഏതാണ്? 2. I mean 2 അല്ലേ? Enter. ഓക്കെ, കമ്പ്യൂട്ടർ ചൂസ് ചെയ്തത് ഇതേതാ? സിസർ ആണ്. നമ്മൾ ചൂസ് ചെയ്തത് പേപ്പർ. ഓക്കെ, നമ്മൾ ചൂസ് ചെയ്തത് പേപ്പർ ആണ്. കമ്പ്യൂട്ടർ ചൂസ് ചെയ്തത് റോക്ക് ആണ്. സോ വി വോൺ. ആൻഡ് നമുക്കൊരു ഗ്രീൻ LED
കത്ത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ട്രൈ നോക്കാം. നമുക്ക് റോക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, 1 അടിച്ചു, എൻ്റെ എഗെയിൻ V1. നമ്മൾ റോക്ക് എടുത്തു, കമ്പ്യൂട്ടർ എന്താ എടുത്ത് സിസർ. സോ V1. ലെറ്റ്സ് ഡു അഗെയിൻ. നമുക്ക് സിസേഴ്സ് എടുത്ത് നോക്കാം. ഇത് റാൻഡം ആയിട്ടാണ് കേട്ടോ, ലൈക്ക് കമ്പ്യൂട്ടർ റാൻഡം ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. വീണ്ടും റോക്ക് തന്നെ എടുത്ത് നോക്കി അറിയാം. ഓക്കെ, വീണ്ടും റോക്ക് തന്നെ എടുത്ത് നോക്കാം. 1 ജയിക്കുവാണല്ലോ. ഓക്കെ, ഐ ചൂസ് സിസേഴ്സ് എടുത്തു, കമ്പ്യൂട്ടർ ഇതെടുത്തു, റോക്ക് എടുത്തു. സോ വി ലൂസ് ആൻഡ് റൈഡ് ലീഡ്. ആൻഡ് സപ്പോസ് രണ്ട് സെയിം ആവുകയാണെങ്കിൽ ഇറ്റ്സ് എ ടൈ, റൈറ്റ്? അപ്പോഴും ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഉണ്ട്. ലെറ്റ്സ് സീ. പറ ആരെങ്കിലും പറ, ഏതാ ചൂസ് ചെയ്യണ്ടേ? റോക്ക്. ഓക്കെ, 1 റോക്ക്. 1 ടൈപ്പ് ചെയ്തു. I don't know why, but ചെറിയൊരു ഡിലേ ഉണ്ട്. Enter. Okay, you lose. സെയിം വരുമ്പോ ട്രൈ അഗെയിൻ പറയാം. ലെറ്റ്സ് സീ, ആ ഒരു കണ്ടീഷൻ കൂടി നമുക്ക് വരുത്താൻ നോക്കാം. ഇനിയും റോക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, റോക്ക് ഇട്ടുന്ന റോക്ക് ഇട്ടാ പോരെ? ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ദി തിങ് ഈസ്, ട്രൈ അഗെയിൻ വരുവാണെങ്കിൽ റെഡും ഗ്രീനും കൂടി 3 വട്ടം ബ്ലിങ്ക് ചെയ്യും. ഞാൻ പൊക്കി പിടിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ വെച്ചാലുള്ള പ്രശ്നം വൈഫൈ ചെറിയൊരു ഡിലേ ഉണ്ട്. ഓക്കെ, യൂസ് റെഡ് കത്തി കണ്ടെടുക്കും. ഓക്കെ, കണ്ടോ? കണ്ടെന്ന് വിചാരിക്കണു. U1 again U1 again U1 ട്രൈ അഗൈൻ. കണ്ടോ? റെഡും ഗ്രീനും കൂടി 3 വട്ടം നീങ്ങും. സോ ദാറ്റ്സ് ബേസിക്കലി ദ പ്രൊജക്ട്. ക്ലിയർ ആയില്ലേ? ഇനി ആർക്കെങ്കിലും കളിച്ച് നോക്കണം? സിസർ. ഓക്കെ, സിസർ. ശരി, ചേക്ക് നോക്കാം. ട്രൈ അഗൈൻ. 3 വട്ടം കത്തി. എനിക്ക് ഞാൻ ഇവിടെ പിടിച്ചോണ്ടിരിക്കാം, നിങ്ങൾ പറഞ്ഞു. പറഞ്ഞു. റോക്ക്. റോക്ക്. കുറച്ച് ഡിലേ ഉണ്ട്, സോറി. ഓക്കെ, യു ലൂസ്. അടുത്തത് പോരട്ടെ. പേപ്പർ. കാണാവോ? ഇച്ചിരി കൂടെ ലെഫ്റ്റ് ഔട്ടാക്കോ, കളേഴ്സ് കാണുന്നില്ല LED-ന്റെ. ഓക്കെ. ഏതാ പറഞ്ഞ? പേപ്പർ അല്ലേ? ഓക്കെ, പേപ്പർ. യു ലൂസ്. അഗൈൻ പേപ്പർ കൊടുക്കാം. ഓക്കെ, അഗൈൻ പേപ്പർ കൊടുക്കാം. ഞാൻ കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ടാ വരുന്നത്. ഇനി ഞാൻ കൊടുക്കണ്ടേ? പേപ്പർ തന്നെ കൊടുത്താൽ മതിയോ? കൊടുക്കാം. കമ്പ്യൂട്ടർ പ്രോ ആയി. കൈ കുറച്ച് റൈറ്റിലേക്ക് കൊണ്ടുവരുമോ? ഓക്കെ ഓക്കെ, കാണാമോ? കാണാം. ഇപ്പൊ കാണാം. ഓക്കെ, ട്രൈ അഗൈൻ. പറ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. വീൽ പ്ലേ ഇറ്റ് ഓൺ 10. നമുക്ക് കമ്പ്യൂട്ടറിന് നമുക്ക് പോയിന്റ് പ്ലേ ഇറ്റ് ഓൺ 5. നമുക്ക് കമ്പ്യൂട്ടറിന് നമുക്ക് പോയിന്റ്സ് വെച്ചിട്ട് പോവാം. പറഞ്ഞോ, ലെറ്റ്സ് സ്റ്റാർട്ട്. പേപ്പർ. ഓക്കെ, പേപ്പർ 2 കൊടുത്തു. എൻ്റെ ഓക്കെ, നമ്മൾ തോറ്റു. നമുക്ക് 0, കമ്പ്യൂട്ടറിന് 1. സംബഡി നോട്ട് ഡൗൺ ദ പോയിന്റ്സ്. ഓക്കെ ഓക്കെ, അടുത്തത് പറഞ്ഞു. റോക്ക്. റോക്ക്. റോക്ക് 1. ഓക്കെ, ന്യൂട്രൽ. കമ്പ്യൂട്ടർ 1, നമ്മൾ 0. പറഞ്ഞു.
scissors, scissors 3. കൊടുത്തു. ഇത് ഫ്ലോലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, യു വൺ 1-1 ആയി, ടൈ ആയി. ഓക്കെ, നെക്സ്റ്റ്. പേപ്പർ. പേപ്പർ എത്ര? 2. എന്താ? ഓക്കെ, യു ലൂസ്. കമ്പ്യൂട്ടർ 2, നമ്മൾ 1. അടുത്തത് scissors, scissors 3 കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് വെയിറ്റ്. ഓക്കെ, 3 scissors. ഓക്കെ ഓക്കെ, വി 1 2 അല്ലേ? യാ, അഗൈൻ എ ടൈ. അടുത്തത് കം ഓൺ. പേപ്പർ. ഓക്കെ, 1 2 അല്ലേ? പേപ്പർ. ഫ്രാഗ് ആൻഡ് ന്യൂട്രൽ. ഓക്കെ, നമുക്കൊരു പാറ്റേൺ കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ? പറഞ്ഞോ. rock, Scissors on the rock. I heard rock first. Okay, നമുക്ക് rock കൊടുക്കാം. ഇപ്പൊ 2-2 ആണ് കേട്ടോ. കൊടുത്തു. Wait. And you lose. Computer 3 and നമ്മൾ 2 അല്ലേ? Okay. Yes. ഓക്കെ, അടുത്ത് പറഞ്ഞോ. Rock. Rock 1. ഓക്കെ, 3-3. ഓക്കെ, 2 പോയിന്റ് കൂടി മതി. കമോൺ. Scissors. scissors, ഓക്കെ, എല്ലാരും സെയിം ആയിട്ടുള്ള പറയണേ. എന്തെങ്കിലും പാറ്റേൺ കിട്ടിയോ? ആ, കൊള്ളാം, ജയിച്ചു. അപ്പൊ 4-3 റൈറ്റ്. പറഞ്ഞോ, ഒരു പോയിന്റ് കൂടി മതി. പേപ്പർ. പേപ്പർ 2. കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, 4-4. ലാസ്റ്റ് പോയിന്റ് ആണ്. scissor, scissor 3. ഓ യെസ്, ജയിച്ചു. അടിപൊളി. സോ അപ്പൊ അതാണ് ബേസിക്കലി ഒരു പ്രൊജക്റ്റ് ആണ്. ഞാൻ ചുമ്മാ ഈ നമ്മുടെ GPIO പിൻസ് കാണിക്കാൻ വേണ്ടി ഒരു പ്രൊജക്ട് ചെയ്തതാണ്. അപ്പം ആർഡുയിനോയിൽ ഇതേപോലെ ചെയ്യാനൊക്കെ പറ്റും. ബട്ട് ഇത്ര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ RGB LED ഉപയോഗിച്ചത്. അതായത് ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു LED-ക്ക് 4 കാലുണ്ട്, കണ്ടോ? 1 2 3 4. അപ്പൊ അതിനകത്ത് അത് RGB എങ്ങനെയാണ് കിട്ടണേന്ന് വെച്ചാൽ ഓരോ LED-ക്കും നമുക്ക് RGB അല്ലാണ്ട് ഇന്റർമീഡിയറ്റ് വാല്യൂസും ലൈക്ക് എന്താ സിയാൻ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളർ LED വെച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഓരോ LED-ക്ക് 4 കാലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇതിന്റെ അകത്ത് ഏറ്റവും നീണ്ടു നിൽക്കുന്ന കാൽ നെഗറ്റീവ്, ഫസ്റ്റ് വൺ ഇസ് R, തേർഡ് വൺ ഇസ് G ആൻഡ് ഫോർത്ത് വൺ ഇസ് B. അപ്പം R നമ്മളൊരു +3 വോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലൈറ്റ് അപ്പ് റെഡ്, ആൻഡ് അവിടെ ഓഫ് ചെയ്തിട്ട് G ആണെങ്കിൽ ഗ്രീൻ ആൻഡ് B-യിൽ കൊടുക്കുവാണെങ്കിൽ ബ്ലൂ. ആൻഡ് ഇന്റർമീഡിയറ്റ് വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ ലൈക്ക് R-ലും B-ലും കൊടുക്കുവാണെങ്കിൽ എനിക്ക് അത് എന്താണെന്ന് അറിയില്ല, R-ഉം B-യും മിക്സ് ചെയ്തിട്ടുള്ള വാല്യൂ വരും. G-ലും B-ലും കൊടുക്കുവാണെങ്കിൽ ലൈക്ക് ഒരു ബ്ലൂയിഷ് പ്ലസ് ഗ്രീനിഷ് ഒരു ടിന്റ് കിട്ടും. അപ്പൊ നമുക്ക് ബേസിക്കലി വോൾട്ടേജ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം നമ്മുടെ LED-യുടെ കളർ. നല്ല രസം. അത് വെച്ചിട്ട് കുറെ ആൾക്കാർ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ ഞാൻ ചുമ്മാ അതെടുത്തു തോന്നുള്ളൂ. ഇനി ബ്ലിങ്കിന്റെ പ്രൊജക്ട് ഞാൻ കളഞ്ഞു തോന്നുന്നു. എങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ഒരു ഡൗട്ട്, മറ്റേ RGB കുറിച്ചൊരു ഡൗട്ട്. അപ്പൊ മൂന്നിടത്തും +3 വോൾട്ടേജ് കൊടുത്താൽ അത് വൈറ്റ് ആവുമല്ലേ ലൈറ്റ്? വൈറ്റ് ആവേണ്ടതാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. കുഴപ്പമില്ല, അടിച്ചു പോകണ്ട നോക്കാം. ഓക്കെ ഓക്കെ, നോക്കണമെങ്കിൽ നമ്മൾ വിൽ ഡു വൺ തിങ്. ഇത് ഞാൻ ക്ലോസ് ചെയ്യാം. ഞാൻ പഴയ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഓക്കെ,
5 gigahertz. Okay. ഞാൻ മറ്റേ test.py റൺ ചെയ്യാമ്പോ ഇതിന്റെ അകത്ത് ഞാനൊരു ഫൈലത്തെ വേർഡ് കൊടുക്കാൻ പോകും. അപ്പം എന്റെ എല്ലാ പിന്നിലേക്കും ഹൈ വരും. ഫൈലത്തെ വേർഡ് ജെറന് കൊടുക്കാം. വരുന്നുണ്ട്. ഓക്കെ, എന്റെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും ലൈറ്റ് കത്തി. അപ്പം ഞാൻ എല്ലാത്തിന്റെയും പോസിറ്റീവ് എടുത്തിട്ട് ഒരു LED കൊടുക്കാൻ പോവാ. നമുക്ക് 3 എണ്ണം പോരെ, ഇവിടെ നിന്ന് ഊരി ആൻഡ് ഇവിടെ നിന്ന് ഊരി ആൻഡ് ഞാൻ ഫസ്റ്റ് LED ഈ ബ്ലൂ കത്തി നിൽക്കണേല് കൊടുക്കാൻ പോവാണ് കേട്ടോ. കെയർഫുള്ളി എടുത്തു. ഓക്കെ, അതെ കളർ മാറിയത് കണ്ടോ. ഞാൻ ബാക്കി LEDs റിമൂവ് ചെയ്ത് വെക്കാം. കണ്ടോ, നേരത്തെ എന്ത് കളർ ആയിരുന്നു? ഇറ്റ് വാസ് ബ്ലൂ. ഇപ്പൊ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലൂവിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ റെഡിൽ കൊടുക്കുക. അപ്പൊ റെഡും ബ്ലൂ കൂടി കൊടുത്തപ്പോഴത്തേക്കും കളർ മാറിയത് കണ്ടോ. ഐ നോ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ് ബട്ട് ഐ ഹോപ്പ് ഇറ്റ്സ് വിസിബിൾ അല്ലേ? അപ്പൊ ഇനി നമുക്ക് എങ്ങനെയായിരുന്നു അതിന്റെ ഓർഡർ? RGB അല്ലേ? നമുക്ക് GL കൂടി കൊടുത്തു നോക്കാം. ഓക്കെ, ഇറ്റ്സ് സംവാട്ട് വൈറ്റ്. പെർഫെക്റ്റ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരു ഓൾമോസ്റ്റ് വൈറ്റിഷ് ആയിട്ട് കത്തുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയാണ് നമുക്ക് മിക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്തോ അല്ല, ഗ്രീന് കൂടി വെച്ചപ്പോഴാ ഒരു ചെറിയ യെല്ലോയിഷ് വന്നിട്ടുണ്ട്. ഇച്ചിരി യെല്ലോയിഷ് ലൈറ്റ് ചെറുതായിട്ട്. അല്ല, അതെന്താണെന്നറിയോ, നിന്റെ ഡിസ്പ്ലേ പോലെ ഇരിക്കും ഇവിടെ. അതായത് ഇപ്പൊ നമ്മള് ഇത് ഫോണിലാണല്ലോ കാണുന്നത്. ഇപ്പൊ ഞാൻ കാണുന്ന പോലെ ആയിരിക്കില്ല നിന്റെ ഡിസ്പ്ലേയിൽ നീ കാണുന്നത്. ഓക്കെ, ആ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പൊ അതായിരുന്നു ബേസിക്കലി പ്രൊജക്ട്. 6:30 ആയി. നമുക്ക് പെട്ടെന്ന് കോഡ് എക്സ്പ്ലനേഷൻ കൂടി ചെയ്തിട്ട് ഐ വിൽ ഷോ യു എന്താ ക്യാമറ കാണിച്ചു തരാം. വൈറ്റ് ക്യാം ഇന്റർഫേസ് ചെയ്തിട്ട് വീഡിയോ എടുക്കണ എങ്ങനെയാ, ഫോട്ടോ എടുക്കണ എങ്ങനെയാന്ന് കാണിച്ചു തരാം. ആൻഡ് വിൽ ടേക്ക് സം ഫോട്ടോസ് ആൻഡ് വീഡിയോസ് റിമോട്ട്ലി. നമുക്ക് SSH വഴി ചെയ്യാം. ദാറ്റ് ഇസ് എന്താ നമ്മുടെ കുട്ടി വെച്ചിട്ട് വീഡിയോയും ഫോട്ടോ എടുക്കാം. പിന്നെ നമുക്ക് വെബ് ക്യാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ലെറ്റ്സ് സീ. ഐ ഗെസ് ഇറ്റ് വിൽ വർക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് കോഡിലേക്ക് പോവാം. റെഡി അല്ലേ? സിമ്പിൾ ആണ്, ഒന്നുമില്ല, അധികം പേടിക്കാതൊന്നുമില്ല. ഞാൻ ഈ GPIO pins ഒക്കെ ഊരുകയാണ്. ഇതായിരുന്നു സെറ്റപ്പ്. ഞാൻ ഊരി മാറ്റി. GPIO pins ഊരിയപ്പോഴത്തേക്കും കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് കോഡിലേക്ക് പോവാം. ആദ്യം നമുക്ക് test.py, അത് കുറച്ചുകൂടി സിമ്പിൾ. ഇത് നമ്മൾ എന്തായിരുന്നു, വേർഡ് എൻ്റർ ചെയ്തിട്ട് LED കത്തുന്നു. അപ്പോൾ ഈ 2 ലൈൻ കണ്ടോ? ഇതെന്ന് വെച്ചാൽ നമ്മൾ GPIO pins ഉപയോഗിക്കണമെങ്കിൽ ഈ 2 സാധനങ്ങൾ വേണം. ഇത് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ അത് ഓൺ ആക്കാനും ഓഫ് ആക്കി വെക്കാനും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണാണ്ട് പഠിക്കേണ്ട കാര്യമില്ല. ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വിൽ ഗെറ്റ് ദ കോഡ്. ആൻഡ് ഇത് ബോർഡ് സെറ്റ് ചെയ്യാൻ, ഇത് ലൈക്ക് GPIO pins 2 രീതിയിൽ കോൺഫിഗർ ചെയ്യാം. അതും മൈൻഡ് ചെയ്യണ്ട. നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളത് ഒന്ന് ഈ സാധനം. അപ്പം ഈ GPIO.setup 8, അതായത് നമ്മുടെ റാസ്ബെറി പൈക്ക് കുറെ പിന്നുകൾ ഉണ്ടല്ലേ. യെസ്, ഇതാണ് നമ്മുടെ റാസ്ബെറി പൈയുടെ പിൻ ഔട്ട് ഡയഗ്രാം. ഇപ്പൊ ഓരോ പിൻസിനും ഓരോ പേരുകളുണ്ട്. ദാറ്റ് ഇസ് ഇവിടുത്തെ അറ്റത്ത് 5 volt ആണ്, ഇവിടുത്തെ ഗ്രൗണ്ട് ആണ്. ആൻഡ് GPIO ലേബിൾ ഒരു 40 പിന്നാണ് നമ്മുടെ റാസ്ബെറി പൈയിൽ വരുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് അത്രയും പിൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ പിന്നിന് 1 2 3 4 5 6 അങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന പിൻ എന്താണ് നമ്മൾ നമ്മുടെ കോഡിൽ പറയണം. അപ്പൊ നമ്മള് 8ാമത്തെ പിൻ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് ആക്കി വെച്ചു. അതായത് നമ്മൾ LED കത്തിക്കുവാണല്ലോ, നമ്മൾ അതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് അല്ലേ എടുക്കണേ. കോഡ് സിമിലർ ടു Arduino. സിമിലർ ആണോന്ന് വെച്ചാൽ അത്ര സിന്റാക്സ് ഒക്കെ കംപ്ലീറ്റ്ലി വേറെയാ. ബട്ട് എന്താ Arduino യൂസസ് C++ പോലെ, C++ പോലെയാണ്, ഓൾമോസ്റ്റ് സിമിലർ. ദിസ് ഇസ് കംപ്ലീറ്റ്ലി പൈത്തൺ. ലോജിക്ക് ഏറെക്കുറെ ചെയ്യും. അപ്പം നമ്മള്
എയ്ത്ത് പിന്നെ ഔട്ട്പുട്ട് ആക്കി വെച്ചു. ആൻഡ് ഇനീഷ്യലി അതിന്റെ വാല്യൂ ലോ ആക്കി വെച്ചു. അതായത് നമ്മൾ ഓൺ ആക്കുമ്പോൾ ഒരു പിന്നും കത്തരുത്, അത് ഓക്കെ വെച്ചു. അപ്പം ഇത് അവിടെ നിൽക്കട്ടെ. വേർഡ് ഈക്വൽ ടു സ്ട്രിങ് ആയിട്ട് എൻട്രേ വേർഡ് എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ അടുത്ത് നമ്മൾ റൺ ചെയ്തപ്പോൾ കണ്ടല്ലേ, എൻട്രേ വേർഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടെർമിനലിൽ വന്നായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തത്, ഞാൻ ആ വേർഡിന്റെ ലെങ്ത് എടുത്തു. അതായത് അപ്പൊ ജെറിന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ JERIN 5 ആൽഫബറ്റ്സ് ഉണ്ടല്ലോ. അപ്പൊ 5 ആ വേർഡിന്റെ ലെങ്ത്. അപ്പൊ ആ ലെങ്ത് എടുത്തിട്ട് L എന്ന് പറഞ്ഞൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. അതായത് ഒന്നുമില്ല, എന്താ L എന്ന് പറഞ്ഞൊരു X എന്ന് പറഞ്ഞ X is equal to 5 അങ്ങനെ നമ്മൾ പറയില്ലേ, അതേപോലെ L ഈക്വൽ ടു നമ്മുടെ വേർഡിന്റെ ലെങ്ത്. എന്നിട്ട് ഇപ്പൊ എന്റെ ഇപ്പൊ ആകെ ഞാൻ 5 LEDs ആണ് കണക്ട് ചെയ്തിട്ടുള്ളൂ. അഭിഷേകൻ കുഴപ്പമില്ല, ഓണാക്കിക്കോ, കുഴപ്പമില്ല. 5 LEDs ഉണ്ട്. അപ്പൊ 5 LED കൂടുതലുള്ള എന്തെങ്കിലും വേർഡ്, 5 ലെറ്ററിൽ കൂടുതലുള്ള എന്തെങ്കിലും വേർഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വരും. ആൻഡ് ഒരു ആൽഫബറ്റ് ഉള്ളെങ്കിൽ നമ്മുടെ 8ാമത്തെ പിൻ, അതായത് ഒരു LED മാത്രം ഹൈ ആക്കും. 2 എണ്ണാണെങ്കിൽ 2 എണ്ണം ഓണാക്കാൻ പറയും. 3 എണ്ണാണെങ്കിൽ 3 എണ്ണം, 4 എണ്ണാണെങ്കിൽ 4 എണ്ണം, 5 എണ്ണാണെങ്കിൽ 5 എണ്ണം. സിന്റാക്സ് കാണാണ്ട് പഠിക്കുകയും ചെയ്യേണ്ട, ഗൂഗിളിൽ സാധനം, അതായത് ഈ സിന്റാക്സ് ഒക്കെ നമുക്ക് കിട്ടും. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആൻഡ് റൺ, അത്രേ ഉള്ളൂ. പിന്നെ പൈത്തന്റെ ആ ഒരു ഇൻഡന്റേഷൻ സ്പേസിങ് കാര്യങ്ങളൊക്കെ അറിയണം. പിന്നെ ഈ വൈൽ ട്രൂ എന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നമ്മൾ പ്രോഗ്രാം, അതായത് കോഡ് റൺ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഇൻഫിനിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. ഒരു ഇന്നലെ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്തിരി കോംപ്ലക്സ് ആണ്, ലൈക് കോഡിങ്ങിന്റെ കുറച്ച് ഇത്തിരി ബേസിക്സ് അറിയാണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. സോ വൈൽ ട്രൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോർഎവർ ലൂപ്പാണ്. Ctrl+C ഞെക്കാണ്ട് അതിൽ നിന്ന് ടെർമിനേറ്റ് ആവില്ല. അപ്പൊ അതാണ് വൈൽ ട്രൂ. അപ്പം ബേസിക്കലി ലോജിക്ക് മനസ്സിലായല്ലോ. നമ്മുടെ അടുത്ത് നിന്ന് വേർഡ് എടുക്കും, അതിന്റെ ആൽഫബറ്റ്സ് എത്രയാണെന്ന് കൗണ്ട് ചെയ്യും, അതനുസരിച്ച് നമ്മുടെ LED കത്തിക്കും. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubts? ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം. We can use for loop to set instance height. വളരെ നല്ല പോയിന്റ് ആണ്, അങ്ങനെ ചെയ്യാം. ഞാൻ ഇത്തിരി കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാ ചെയ്തത്. അപ്പം അതെങ്ങനെയാന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇത്രയും സാധനങ്ങൾ നമുക്ക് റിപ്പീറ്റഡ്ലി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപ്പൊ ഇതിനകത്ത് 8, 10, 12, 16, 18 ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ലോ ആക്കി വെക്കേണ്ടത്. അപ്പൊ അതൊരു ഓർഡറിലാണെങ്കിൽ നമുക്കൊരു ഫോർ ലൂപ്പ് വെച്ചിട്ട് ഈ ഇവിടുത്തെ വാല്യൂ മാത്രം വല്ലതും ആക്കിയിട്ട് നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊരു, ഞാൻ പറയുന്നില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. ഇതൊരു ഫംഗ്ഷൻ ആണ്. എല്ലാം വിളിക്കുമ്പോഴും ബാക്കി എല്ലാ പിന്നും ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണ്ടത് മാത്രം ഓൺ ആക്കി വെക്കാനുള്ള സാധനം. കാരണം എല്ലാത്തിലും ഞാൻ ഈ ഒരു സെറ്റ് ലോ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ട്. കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത കോഡിലേക്ക് പോവാം. ഓക്കെ ആണോ? സെറ്റ് ലോ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയാ? ഓക്കെ, പറഞ്ഞുതരാം. ഇതൊരു ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായില്ലേ? ഫംഗ്ഷൻ ഡെഫിനേഷൻ ആണ് ബേസിക്കലി. അപ്പം ഓരോ വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ അകത്ത് ലെങ്ത് കൗണ്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ ഹൈ ആക്കാനും ലോ ആക്കാനും പറയണത്. അപ്പം പ്രീവിയസ്ലി നമ്മുടെ LEDs ഓൺ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മൾ അതിനെ ഓഫ് ആക്കണം അല്ലെ? അപ്പം ഈ ഒരു കണ്ടീഷൻ ഞാൻ വിളിച്ചു. ഇപ്പൊ 1 പറഞ്ഞിട്ട് 8ാമത്തെ പിന്നിൽ ഒരു LED ഹൈ ആയിട്ടിരിക്കുക. അടുത്ത നമ്മുടെ ലൂപ്പിൽ വരാൻ നേരത്ത് നമ്മൾ 2 അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ 3 ആണ് നമ്മൾ ആദ്യം ചെയ്തത്. അപ്പൊ 3 എണ്ണം ഹൈ ആയിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 വിളിച്ചു, അതായത് ഒരു വേർഡ് ഉള്ള ഒരു ആൽഫബറ്റ് ടൈപ്പ് ചെയ്തു. അപ്പൊ എന്താ സംഭവിക്കേണ്ടത്, ഒരെണ്ണം മാത്രം കത്താവുള്ളൂ. അപ്പൊ ഈ സെറ്റിലോ കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റാന്ന് വെച്ചാൽ ആ ഒരെണ്ണം കത്തിയത് തന്നെ കത്തി നിൽക്കും. ലൈക്ക് നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റില്ല, ബാക്കിയുള്ള സാധനങ്ങൾ ഓഫ് ആവില്ല. മനസ്സിലായോ? അപ്പൊ ഈ സെറ്റിലോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കാൻ നേരത്തെ ആദ്യം തന്നെ എല്ലാം ഓഫ് ആക്കി വെക്കും. ഒരു ഐഡിയ കിട്ടിയോ? ഇനി ഒന്നുകൂടി പറയണോ? ജെറിൻ, ഹലോ. ഞാൻ പറയാം. ഞാൻ ഈ സ്റ്റാർട്ടിങ് എടുത്തു.
എന്തോ? ഓക്കെ. കോഡിന്റെ സ്റ്റാർട്ട് എടുക്കും, ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ പറ. ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് LEDs കത്തിക്കണം, ബോർഡായിട്ട് കണക്ട് ചെയ്തേക്കണം LEDs കത്തിക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആദ്യം ഏതൊക്കെ പിന്നിൽ ഏതൊക്കെ LED ആണ് കണക്ട് ചെയ്തേക്കുന്നതെന്നുള്ളത് കോഡ് വെച്ച് ബോർഡിന് പറഞ്ഞു കൊടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഓരോ പിൻ എടുക്കും, അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണതെന്ന് പറഞ്ഞു കൊടുക്കും ബോർഡിന്. അപ്പൊ നമുക്ക് 8, 10, 12, 16, 18 എന്ന് പറഞ്ഞ പിന്നുകൾ നമുക്ക് LED കത്തിക്കണം, അതായത് LEDയിലേക്ക് ഔട്ട്പുട്ട് വരണം. അപ്പൊ GPO.out എന്ന് കൊടുക്കുക. അപ്പൊ ഔട്ട്പുട്ട് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുവാണ് ഈ 8, 10, 12, 16, 18 എന്ന് പറഞ്ഞ പിന്നുകൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഞാനിപ്പോ ഒരു വേർഡ് അടിക്കുക, അതില് 3 ലെറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം എല്ലാ LED-യും ഓഫ് ആയിരിക്കണം. എന്നിട്ട് വേണം ഇപ്പൊ ഞാൻ 3 ലെറ്റർ അല്ലെങ്കിൽ 4 ലെറ്റർ ഉള്ള വേർഡ് അടിക്കുമ്പോൾ അതിനനുസരിച്ച് LED കത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം നമ്മൾ ഇത് ഓഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും കോഡ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജെറിൻ ആദ്യം തന്നെ സെറ്റ് ലോ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ വെച്ചു. സെറ്റ് ലോയിൽ 8, 10, 12, 16, 18 നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്ത് വെച്ചേക്കണ പിന്നുകളെ എല്ലാത്തിനും ഓഫ് ആക്കി വെച്ചു. ഓക്കെ, അതാണ് അവിടെ ചെയ്തേക്കണേ. ഇനി വൈൽ ട്രൂ എന്ന് പറയുമ്പോൾ, ഇപ്പോ വൈൽ ട്രൂ എന്ന് തന്നെ കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യേണ്ട അത്ര നേരം ഓൺ ആയിക്കൊണ്ടിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വൈൽ ട്രൂ അല്ലെങ്കിൽ ഇപ്പോൾ വൈൽ 3 <5 അങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ 3 എപ്പോഴും <5 ആണല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള കണ്ടീഷൻ വരുന്നത്, ആ കണ്ടീഷൻ ബ്രേക്ക് ആവുന്നത് വരെ ഈ കോഡ് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ആദ്യം 1 ലെറ്റർ വേർഡ് അടിച്ചു, ഓക്കെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും അടുത്തത് ചെയ്യണം. അപ്പോൾ വൈൽ ലൂപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകും, ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ട്രൂ ആണെങ്കിൽ വീണ്ടും നമുക്ക് അടിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇനി എങ്ങാനും അത് ഫോൾസ് ആവുകയാണെങ്കിൽ ഈ പ്രോഗ്രാം ടെർമിനേറ്റ് ആവും. ഓക്കെ, ഇനി ഞാൻ ഇപ്പോ സപ്പോസ് ഞാൻ 3 ലെറ്റർ വേർഡ് അടിച്ചു, ഒരു വേർഡ് പറ, പെൻ. ഓക്കെ, ഒരു പെൻ എന്ന് പറഞ്ഞ വേർഡ് അടിച്ചു. അപ്പൊ ആദ്യം ചെയ്യുന്നത് ആ വേർഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് പൈത്തണിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, ലെങ്ത് ഫംഗ്ഷൻ. അപ്പൊ ലെങ്ത് ഫംഗ്ഷൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കുന്ന ഇൻപുട്ടിന് എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന്, അതിന്റെ ലെങ്ത് എത്രയാണെന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് ആ ലെങ്ത് L എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ സപ്പോസ് ഇപ്പൊ L-ന്റെ ഉള്ളിലെ വാല്യൂ പെൻ ആണ് നമ്മൾ ടൈപ്പ് ചെയ്തെങ്കിൽ 3 എന്നാണ്. അപ്പോ ഇഫ് L<5, ആദ്യത്തെ L<5 ആണ്, സോറി L <5 ആണെങ്കിൽ എല്ലാനും സെറ്റ് ലോ ആക്കി, എല്ലാനും ഓഫ് ആക്കി, എന്നിട്ട് എന്റെ വേർഡ് വിത്ത് <5 ആൽഫബറ്റ്സ് എന്ന് കാണിക്കും. ഓക്കെ, അത് പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇനി എങ്ങാൻ L1 ആണെങ്കിൽ എല്ലാനും വീണ്ടും എല്ലാ LED-യും ഓഫ് ആക്കി വെച്ചിട്ട് 8ാമത്തെ പിൻ മാത്രം ഹൈ ആക്കും. ഇനി ലെങ്ത് 2 ആണെങ്കിൽ വീണ്ടും എല്ലാനും ഓഫ് ആക്കി, ആദ്യം കത്തി ഒരെണ്ണം ഓഫ് ആക്കിയിട്ട് 8ഉം 10ഉം ഓൺ ആക്കും. ഓക്കെ, ഇനി ഞാൻ 3 ലെറ്റർ വേർഡ് അടിക്കണേ. 3 ലെറ്റർ വേർഡ് ആക്കുമ്പോൾ നേരത്തെ 2 ലെറ്റർ വേർഡിന്റെ എല്ലാം ഓഫ് ആക്കിയിട്ട് 8, 10, 12 എന്ന് പറഞ്ഞ പിൻ ഓൺ ആക്കും. ഇതേപോലെ 5 പിൻസ് വരെ ഓൺ ആക്കാനുള്ള കോഡാണ് നമ്മൾ വെച്ചേക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ 5 LED വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് 5 LED ഓൺ ആക്കാനുള്ള ഓപ്ഷൻ. ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, Good, all good. ഇനി നമുക്ക് മറ്റേ ഓക്കെ, ഇതും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 മോഡ്യൂൾസ് ഇമ്പോർട്ട് ചെയ്തു. എല്ലാം ആദ്യം തന്നെ വിളിച്ചിട്ട് ഓഫ് ആക്കി വെക്കാൻ പറഞ്ഞു. റോക്കിന് ഇത് നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടോ, ഈ ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് ആസ്കി വാല്യൂസ് എന്നല്ലേ പറയാൻ അർജുൻ ചേട്ടാ? ആസ്കി ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അപ്പൊ റോക്ക് പേപ്പറും സിസേഴ്സും നമ്മൾ ആദ്യം കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുത്തു, ഇതാണ് റോക്ക്, ഇതാണ് പേപ്പർ, ഇതാണ് സിസേഴ്സ്. ഓക്കെ, ഇപ്പൊ എന്റെ ഇവിടെ വൈൽ ട്രൂ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മളൊരു വാല്യൂ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് നമുക്ക് 1 ആണോ 2 ആണോ 3 ആണോ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ 1 ആണെങ്കിൽ റോക്ക്, 2 ആണെങ്കിൽ പേപ്പർ, 3 ആണെങ്കിൽ സിസേഴ്സ്. അത് നമ്മൾ ആദ്യം നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം. അപ്പം വാല്യൂ എന്ന് പറഞ്ഞ വേരിയബിളിലേക്കാണ് നമ്മൾ ആദ്യം സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അതിന്റെ വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ റോക്ക് എന്ന് പ്രിന്റ് ചെയ്യുക, അല്ലെങ്കിൽ എൽസ് എന്ന് പറഞ്ഞാൽ എൽസ് ഇഫ്
2 ആണെങ്കിൽ പേപ്പറിന്ന് പ്രിന്റ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ സിസേഴ്സിന് പ്രിന്റ് ചെയ്യാം. അപ്പം നമ്മുടെ യൂസറിന് മനസ്സിലാവും നമ്മൾ 1 എടുത്തപ്പോൾ റോക്കാണ് നമ്മൾ ചൂസ് ചെയ്തത്, 2 എടുത്തപ്പോൾ പേപ്പറാണ്, ഇനി അതല്ലെങ്കിൽ 3 എന്ന് പറയുന്നത് അതല്ലാത്ത കണ്ടീഷൻ ആണല്ലോ, അപ്പം സിസേഴ്സ് ആണ്. ഇനി കമ്പ്യൂട്ടർ ചൂസ്, നമ്മൾ കമ്പ്യൂട്ടറിനെ ചോദിച്ചോ. അല്ല, അപ്പൊ അഥവാ നമ്മൾ 1 2 3 ഒന്നും അടിച്ചില്ലെങ്കിൽ നമുക്ക് അത് അല്ലെങ്കിലും സിസർ ആയിട്ട് റീഡ് ആവത്തില്ലേ? ആ കണ്ടീഷൻ വരുമ്പോൾ അത് എറർ ആവും. ഇല്ല, ലൈക്ക് 1 2 അല്ലാത്തൊരു കണ്ടീഷൻ കൊടുത്താലും ഇപ്പൊ 1 2 അല്ലാത്ത എന്ത് വന്നാലും സിസർ വരും ശരിക്കും. അത് നമ്മൾ കോഡിൽ പറയണായിരുന്നു. ഇഫ് വാല്യൂ ഈക്വൽ ടു 3 ആൻഡ് ഒരു 3 അല്ല അതല്ലാത്തൊരു വാല്യൂ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എറർ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ല, വേണമെങ്കിൽ 1 2 3 അടിച്ചു കൊടുത്തില്ലെങ്കിൽ അത് വേണമെങ്കിൽ അത് വെച്ച പ്രോഗ്രാം വേണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യാം. ലൈക്ക് 1 2 3 അല്ലാത്തൊരു വാല്യൂ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ സോറി പ്ലീസ് എന്റെ അത് കറക്റ്റ് വാല്യൂ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം COMP ഈ ഒരു വേരിയബിളിലേക്ക് റാൻഡം ഇനിറ്റ്, അതായത് 1 to 3 1 2 3 ഇതിനകത്ത് റാൻഡം ആയിട്ട് വരുന്ന വാല്യൂസ് കമ്പ്യൂട്ടറിനെ കൊണ്ട് ജനറേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ COMP എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാം. അതായത് ഓരോ ആക്ഷൻ റൺ ചെയ്യുമ്പോഴും COMP എന്ന് പറഞ്ഞ വേരിയബിളിന് ഒന്നില്ലെങ്കിൽ 1 കിട്ടാം, അല്ലെങ്കിൽ 2 കിട്ടാം, അല്ലെങ്കിൽ 3 കിട്ടാം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമ്മൾ ഗെസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം കമ്പ്യൂട്ടറിന് 1 ആണെങ്കിൽ എന്താ സംഭവിക്കുക, റോക്ക് ആണ്, 2 ആണെങ്കിൽ പേപ്പർ അല്ലെങ്കിൽ സിസേഴ്സ്. ഇവിടെയും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കണ്ടീഷൻ കൊടുക്കാം. പക്ഷെ നമ്മൾ ഇവിടുത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ 1ന്റെയും 3ന്റെയും ഇടയ്ക്കുള്ള വാല്യൂസ് ആണ് നമ്മൾ കമ്പ്യൂട്ടറിനോട് ഗെസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ വേറെ വാല്യൂസ് ഒന്നും വരില്ല. സോ ദിസ് ഇസ് ഫൈൻ. ഇനി കമ്പ്യൂട്ടർ തരുന്ന വാല്യൂ നമ്മൾ തരുന്ന വാല്യൂ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം, ട്രൈ അഗെയിൻ. അപ്പം ട്രൈ അഗെയിന് ഇത് ഇത്രയും വലിയ സാധനമാണ്, ഇത് ഫോർ ലൂപ്പിലിട്ട് ചെയ്യാറുണ്ട്, നോക്കണ്ട. ഞാൻ ബേസിക് ചെറിയൊരു ഐഡിയ പറഞ്ഞുതരാം. നമ്മുടെ ഈ റോക്ക് പേപ്പർ സിസേഴ്സിൽ 2 ലീഡേഴ്സ് യൂസ് ചെയ്തിരുന്നത്, റൈറ്റ്? ഒരു റെഡ് ഒരു ഗ്രീനും. നമ്മൾ ജയിച്ച ഗ്രീൻ, നമ്മൾ തോറ്റ റെഡ്. ആൻഡ് ട്രൈ അഗെയിൻ ആണെങ്കിൽ റെഡും ഗ്രീനും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ആദ്യം ഞാൻ റെഡും ഗ്രീനും ഓഫ് ആക്കി വെച്ചു. എന്നിട്ട് ഒരു ഇത്ര നേരത്തേക്ക് 0.4 സെക്കൻഡ്സേക്ക് ഞാനത് ഓഫ് ആക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് 0.4 സെക്കൻഡ്സേക്ക് ഞാനത് ഹൈ ആക്കി വെച്ചു. അപ്പൊ എന്താ സംഭവിച്ചു, ഓഫ് ഓൺ ഒരു ബ്ലിങ്കിങ് എഫക്റ്റ് കിട്ടിയില്ലേ, അത് ഞാൻ 3 വട്ടം ചെയ്തു. ഓക്കെ, ഇതൊരു ഫോർ ലൂപ്പിൽ ഇട്ടാലും മതി. സോ ബട്ട് ബേസിക്കലി ഞാൻ ചുമ്മാ കോപ്പി പേസ്റ്റ് ചെയ്ത് പോവാ ചെയ്തത്. ഇത്ര ഉള്ള സാധനം. ഇത് ഒരു വട്ടം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഓണായി ഓഫ് ആവും, 2 LEDs ഓണായി ഓഫ് ആവും. ഇത് ചെയ്യുമ്പോൾ ഒരു വട്ടം കൂടി ഓണായി ഓഫ് ആവും. അങ്ങനെ 3 വട്ടം സംഭവിക്കും. അതാണ് ഈ ഇത്രയും കോഡ്. ഇനി നമുക്ക് നോക്കാം. വാല്യൂ 1 ഈക്വൽ ടു 1ഉം 2 ആണെങ്കിൽ എന്ത് സംഭവിക്കണം, ലൂസ്, അതായത് നമ്മൾ തോക്കും. ആൻഡ് അങ്ങനെ 3 കണ്ടീഷൻസ് കൊടുത്തു. നമുക്ക് ബേസിക്കലി അറിയാലോ ഏതൊക്കെ വരുമ്പോൾ ഏതൊക്കെ നമ്മൾ ലൂസ് ചെയ്യും, ഏതൊക്കെ വരുമ്പോൾ ഏതൊക്കെ ജയിക്കും. അപ്പം അത്രയും കണ്ടീഷൻസ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ക്യാമറ ഇവിടെ കാണിക്കണം. സോ ഐ എം റഷിംഗ് എ ബിറ്റ്. കുഴപ്പമില്ലല്ലോ, ഒരു നേരത്തെ ഇത് അറിഞ്ഞോണ്ട് ഒരുവിധം ഓക്കെ അല്ലേ? അർജുൻ ചേട്ടാ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലടാ, കണ്ടിന്യൂ ചെയ്തോ. അല്ല, ഞാൻ ചെറുതായിട്ട് ഒരു കാര്യം പറയട്ടെ. ചെറുതായിട്ട് പറഞ്ഞു. പറ്റുമെങ്കിൽ നിങ്ങളിപ്പോ ഈ ലൂസ് കണ്ടീഷൻ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടില്ല, വേണമെങ്കിൽ അതൊക്കെ ഒരുമിച്ച് ഒരു സ്റ്റേറ്റ്മെന്റിനകത്താക്കാം. വേണമെങ്കിലും ചെയ്യാം, ഒരു പ്രശ്നവും. ലൈക്ക് ഇത് ഇത്രയും വലുതാക്കേണ്ട ഒരു കാര്യമില്ല, നമുക്ക് ചെറുതായിട്ട് ചെയ്യുകയും ചെയ്യാം. സാധാരണ പൈത്തൺ കോഡിങ്ങിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും എങ്ങനെ വേണമെങ്കിലും ഏത് ലോജിക്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിനകത്ത് പൈത്തൺ അറിഞ്ഞിരിക്കണം. പക്ഷെ അഡീഷണൽ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. റാസ്ബെറി പൈയുടെ അകത്ത് വരുമ്പോൾ GPIO ഡോട്ട് ഔട്ട്പുട്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മൊഡ്യൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ഇത് എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. അപ്പം അത്രയും നോക്കിയാൽ മതി. ഓക്കെ, സോ അപ്പൊ അതാണ് സംഭവം. ഇനി നമുക്ക് ഞാൻ ക്ലോസ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. സോ ഇതാണ് പ്രോഗ്രാം. ഇത് ഞാൻ ലൂപ്പ് ഇടാൻ നോക്കിയതാണ്, ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഈ പൈത്തൺ കോഡിന്റെ സാധാരണ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ റൺ ചെയ്യാൻ പറ്റുന്ന പൈത്തൺ ഫയല് ചാറ്റിൽ ഇട്ട് തരാം ലാസ്റ്റ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു കമ്പൈലറിലിട്ട് ഓൺലൈൻ പൈത്തൺ കമ്പൈലറിന് സെർച്ച് ചെയ്തിട്ട് അതിൽ അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ആയിട്ട് തരാം. ആ ലിങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കോഡ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് ആ കോഡിൽ കൂടി ഒന്ന് പോയാൽ മതി. ലാസ്റ്റ് ഇട്ട് തരാം അത്.
പ്യുവർ പൈതൺ പോലെയാണോ? ഹലോ, എന്തോ പ്യുവർ പൈതൺ പോലെയാണോ അത്? സാധാ പൈത്തൺ പോലെ തന്നെ. ഇപ്പൊ അർജുനേട്ടൻ പറഞ്ഞത് ഇതിന്റെ ഈ LED ഇല്ലാത്ത കോഡ്, അതായത് റോക്ക് പേപ്പർ സിസ്റ്റം കളിക്കാൻ വേണ്ടിയുള്ള മാത്രമുള്ള കോഡ് ചാറ്റ് ബോക്സിൽ ഇട്ട് തരാം. അല്ല, അതല്ല ചോദിച്ചത്. ഇപ്പം ഓപ്പൺ സിവിക്ക് ആണെങ്കിൽ CV ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ. അപ്പൊ അതുപോലെ നമുക്ക് അതൊന്നും വേണ്ട. വേണ്ട അത്രയും വേണ്ട. ലൈക് arpy.gpio ഇപ്പോ അത് ചിലപ്പോൾ മിക്കവാറും പ്രീ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. റാസ്ബെറി പൈ OS ഉപയോഗിക്കുകയാണെങ്കിൽ ഐ ഗെസ് ഇറ്റ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ക്ലോസ് ചെയ്ത് ഒരു മിനിറ്റ്. ഇത് ഈ സ്റ്റെപ്പ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. ലൈക് ഇഫ് യു ആർ യൂസിങ് GPIO പേജ് കാണിച്ചാൽ. അല്ല, അതൊക്കെ ഓക്കെ. നമ്മളിപ്പം പൈത്തൺ ഉപയോഗിക്കുകയാണെങ്കിൽ, ഓപ്പൺ സിവിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇതിന്റെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ. വേണം. അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചത്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. റാസ്ബെറി പൈ OSലെല്ലാം പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് വരുന്നത്. ലൈക് മറ്റേ GPIO പിൻസ് ഉപയോഗിക്കാൻ ആവശ്യമുള്ള മോഡ്യൂൾസ് ഒക്കെ പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ അല്ലേ? ഞാൻ ക്യാമറ കാണിച്ചു തരാം. ഓക്കെ, സോ എന്റെ റാസ്ബെറി പൈ ഇപ്പോൾ ഇവിടെ ഉണ്ട്. എന്റെ ക്യാമറ നോക്കിയാൽ കാണാം. സോ എന്റെ അടുത്തൊരു USB നമുക്ക് രണ്ടും ട്രൈ ചെയ്യാം. USB വെക്കാം ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഐ എം പ്ലഗിങ് ഇൻ USB വെക്കാം. ഇനി നമുക്ക് USB വെക്കാം ഡിറ്റക്ട് ചെയ്തോന്ന് അറിയാൻ LS USB ലിസ്റ്റ് USB എന്നാണ് പറയാം. അപ്പം USB ഡിവൈസസ് ഒക്കെ ഇവിടെ കാണിക്കും. അപ്പൊ അതെ, ലോജിടെക്കിന്റെ ഒരു വെബ്കാം ഡിറ്റക്ട് ആയിട്ടുണ്ട്. ഇനി ചീസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ അതിനകത്ത് വരുമെന്ന് നോക്കാം. ഓക്കെ, വന്നു. പോയോ? യെസ്, അപ്പൊ ഇതാണ് സാധാ ബേസിക് ക്യാമറ ആക്സസ് ചെയ്യണം. ഐ ഡോണ്ട് നോ, ഇറ്റ്സ് തന്നെത്താൻ ക്ലോസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ്. ഓക്കെ, അതൊരു ലൂസ് കോണ്ടാക്ട് പറഞ്ഞായിരുന്നു. അപ്പൊ അതാണ് സാധാരണ വെബ് ക്യാം ആക്സസ് ചെയ്യുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് കാണിച്ചു തരാം. sudo apt install cheese എന്നാണ് പറയാം. അത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവും. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത്. ഇനി പൈക്യാം ആക്സസ് ചെയ്യണമെങ്കിൽ ഓക്കെ, അപ്പൊ പൈക്യാം ആദ്യം നമ്മൾ പ്ലഗ് ഇൻ ചെയ്യണം. നമ്മുടെ റാസ്ബെറി പൈ ഇതാണ്. അപ്പൊ ഞാൻ ക്യാമറ എടുത്തു ആൻഡ് ഈ ഒരു ബ്ലൂ കണക്ടർ ഉണ്ടോ, അത് ഇങ്ങനെ ഇരിക്കണം. അതായത് ഈ ഒരു ബ്ലാക്ക് കണക്ടറിന്റെ ഫേസ് ചെയ്തിരിക്കണം. അപ്പൊ ഇങ്ങനെ വെക്കാം, അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അത് പ്രസ് ചെയ്ത് വെക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇറ്റ്സ് കണക്റ്റഡ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇന്നലെ നമ്മൾ ചെയ്ത പോലെ നമ്മുടെ sudo raspberry config പോയിട്ട് നമ്മൾ ക്യാമറ എനേബിൾ ചെയ്യണം. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെർമിനലിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. എന്റെ VNC വീണ്ടും ഹാങ് ആയി. Take it again. Okay. ഞാൻ ടെർമിനൽ എടുത്തു. So let's take a picture. Still. ഞാൻ എന്റെ തന്നെ ഫോട്ടോ എടുക്കാൻ പോണേ. ഓക്കെ, ഇതെന്താ പ്രശ്നം എന്നറിയോ? ഞാൻ ക്യാമറ വെച്ച് കളിച്ചപ്പോ പറ്റിയതാ. ഐ ട്രൈഡ് ഇൻസ്റ്റാളിംഗ് ദ USB ക്യാമറ ഡ്രൈവേഴ്സ്. അപ്പം അതിന്റെ ഇടയ്ക്ക് പറ്റിയതാണ്. കുഴപ്പമില്ല. I'll show some samples of the photos I took. Yes. Okay. ഇത് വൈഡ് ആംഗിൾ ക്യാമറ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വ്യൂ കിട്ടും. ഓക്കെ, ഇത് ഞാൻ ഒരു വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു വീഡിയോ ക്ലിപ്പ് ആയിരുന്നു. ഇത് വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റൺ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച്
ക്യാമറ ഇസ് നോട്ട് എനേബിൾഡ്. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. sudo raspberry config എന്നിട്ട് ഇന്റർഫേസ് ഓപ്ഷനിലാണ് തോന്നുന്നു. നമുക്ക് ക്യാമറ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് എസ് കൊടുക്കാം. ക്യാമറ ഇന്റർഫേസ് ഇസ് എനേബിൾഡ് ആൻഡ് ഫിനിഷ്. ലെറ്റ്സ് ട്രൈ ഇറ്റ് അഗൈൻ. ഇതൊരു സ്റ്റിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ആട്ടോ. ഓക്കെ, നൗ ഇറ്റ്സ് വർക്കിംഗ്. ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, സോ അതാണ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് വർക്ക്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നുകൂടി ഫ്ലാഷ് ചെയ്താൽ മതി, ഇറ്റ് വിൽ വർക്ക്. ഞാൻ അത് മെസ്സപ്പ് ചെയ്തതാണ്. യെസ്, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോ ദീസ് ആർ ദ പ്രോജക്ട്സ് ഐ വാണ്ടഡ് ടു ഷോ. ഇറ്റ്സ് 53. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടോ? ഡെസ്ക്ടോപ്പ് എൻവയൺമെന്റിനെ പറ്റിയോ ലൈക്ക് പ്രൊജക്ട്സ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചോ? ഒരാൾ ഓപ്പൺ സി വിനെ പറ്റിയൊക്കെ ചോദിച്ചു. ലൈക്ക് ഓപ്പൺ സി വിയിൽ ക്യാമറ മോഡ്യൂൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാമറയിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തിട്ടാണ് ഈ പൈത്തണിൽ നമ്മൾ ഇപ്പോൾ സി വി എന്ന് പറഞ്ഞ മോഡ്യൂൾ വെച്ചിട്ട് ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, ഇന്ററാക്ട് ചെയ്യാം. GPIO അതിന് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് എന്താ? പവർ ആണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. അത് LED-യിലേക്കാണ് എന്തിലേക്ക് കണക്ട് ചെയ്തോളൂ നമുക്ക്? നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് ഓവർ കറന്റ് എടുക്കാൻ പറ്റില്ല. എന്നാലും നമുക്ക് കുഞ്ഞു കുഞ്ഞു ഡിവൈസസ് കണക്ട് ചെയ്യാം. ലൈക്ക് LEDസിലേക്ക് കണക്ട് ചെയ്യാം. മോട്ടറിലേക്ക് ഒന്നും കണക്ട് ചെയ്യരുത്. ഇറ്റ് വിൽ ഡ്രോ മോർ കറന്റ്. നമ്മുടെ റാസ്ബെറി പൈ അടിച്ചു. ഓക്കെ, Any other doubts? Is there any overcurrent protection in Raspberry Pi? എന്റെ അറിവിലില്ല. 5 വോൾട്ട് കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും അടിച്ചു പോകും. ഇറ്റ്സ് സേഫ് ടു യൂസ് മറ്റേ ഇത് കേബിൾ ഉപയോഗിച്ച്, അതായത് USB വഴി കണക്ട് പവർ ചെയ്യണമായിരിക്കും സേഫ്. ഇറ്റ് ഇസ് ഓൾസോ പോസിബിൾ ടു പവർ ഇറ്റ് വയ ദ GPIO. അതായത് മറ്റേ GPIO നമുക്കൊരു 5 വോൾട്ടും ഇതുണ്ട്. ഇവിടെ ഒരു 5 വോൾട്ടും ഗ്രൗണ്ടും ഉണ്ട്. ഇവിടെ പവർ കൊടുത്താലും സാധനം വർക്ക് ആവും. ബട്ട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ദ പെർഫോമൻസ്. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇന്നലെ കാണിച്ചൊരു പ്രൊജക്ട് ഇല്ലേ, ഓപ്പൺ സി വി വെച്ചിട്ട് ലെയിൻ ഫോളോ ചെയ്ത് പോകുന്നത്. അപ്പം അതിനകത്ത് ഐ ട്രൈഡ് പവറിങ് ഇറ്റ് ദാറ്റ് വേ. അപ്പം മോട്ടറിനും റാസ്ബെറി പൈക്കും കോമൺ പവർ വെച്ചു. എന്നിട്ട് ഈ 12 വോൾട്ട്സ് പവർ ആയിരുന്നു. എന്നിട്ട് 12 വോൾട്ട് 5 വോൾട്ട് ആയിട്ട് റെഗുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഇതിലേക്ക് കൊടുത്തത്. അതായത് നമ്മുടെ ഒരു ബക്ക് ബൂസ്റ്റർ കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഒരു കുഞ്ഞു മൊഡ്യൂളാണ്. ഇറ്റ് വിൽ കൺവേർട്ട് വോൾട്ടേജ്, അതായത് 5 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സാധനം വെച്ചിട്ട് 12 വോൾട്ട് ഞാൻ 5 വോൾട്ട് ആക്കി. നമുക്ക് ഒരു പൊട്ടൻഷ്യോമീറ്റർ തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ റാസ്ബെറി പൈയുടെ GPIO കൊടുത്തു. ബട്ട് ദ പ്രോബ്ലം വാസ് മോട്ടോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ഡ്രോ മോർ കറന്റ്. അപ്പം റാസ്ബെറി പൈ റീബൂട്ട് ആവുന്നു. അതൊരു പവർ ഫ്ലക്ച്വേഷൻ കാരണം റാസ്ബെറി പൈ റീബൂട്ട് ആവും. അപ്പം വാട്ട് ഐ ഡിഡ്, എന്റെ ക്യാമറയിലേക്ക് നോക്കാം. ഈ പ്രൊജക്ട് ഞാൻ ചെയ്തപ്പോഴത്തേക്കും വാട്ട് ഐ ഡിഡ് വാസ് റാസ്ബെറി പൈ പവർ ചെയ്യാൻ ഒരു സെപ്പറേറ്റ് പവർ ബാങ്ക് വെച്ചു. ഒരു മിനി പവർ ബാങ്ക് ഇതിന്റെ താഴെയായിട്ട് വെച്ചു. അതൊരു സൊല്യൂഷൻ. Any more questions? ഈ മോട്ടർ ഇതിലേക്ക് ഡയറക്റ്റ് ആണോ കണക്ട് ചെയ്യേണ്ടത്? എങ്ങനെയാ കണക്ട് ചെയ്യണേ? റാസ്ബെറിയിലേക്ക് ഒരിക്കലും ഡയറക്റ്റ് കണക്ട് ചെയ്ത് മോട്ടോർ ഡ്രൈവർ വഴി കണക്ട് ചെയ്യാം. മോട്ടോർ ഡ്രൈവർ കാണിച്ചാൽ പല ടൈപ്പ് മോട്ടോർ ഡ്രൈവറാണ്. ഒരെണ്ണം ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പല ടൈപ്പ് മോട്ടോർ ഡ്രൈവർ കാണിച്ചാൽ എൻ്റെ അടുത്ത് ഒരു സെറ്റ് ഇരിക്കുന്നുണ്ട്. വേണോ? വേണമെങ്കിൽ എടുത്തോണ്ട് വരാം. ഇറ്റ്സ് റൈറ്റ് ഓവർ ദെയർ. ഞാൻ ക്യാമറയോടെ കാണിച്ചു തരാം, ഓറൽസ് ഫോട്ടോയിലേക്കൂടെ കാണിച്ചു തരാം. ദിസ് ഇസ് വൺ മോട്ടോർ ഡ്രൈവർ. ദിസ് ഇസ് L298. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സെയിം സാധനം തന്നെയാണ് ഇപ്പൊ ഞാൻ ക്യാമറയിലേക്കൂടെ കാണിക്കുന്നത്. ഓക്കെ, ക്യാമറ പിൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. സെയിം തിങ്.
പിന്നെ ഹെവി ഡ്യൂട്ടി മോഡ് ഇതൊക്കെ ഇതിന് 2 amps വരെ കൊടുക്കാൻ പറ്റുള്ളൂ ഫ്രം എ സിംഗിൾ പോർട്ട്. അതിൽ കൂടുതൽ ഡ്രോ ചെയ്താൽ ചിലപ്പോൾ അടിച്ചു പോകും. അപ്പം വേറെ ടൈപ്പ് മോട്ടോർ ഡ്രൈവേഴ്സ് ഉണ്ട്. ഇതൊരു ഷീൽഡ് മോട്ടോർ ആർഡിനോ ബൈക്കിൽ വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ കാണിച്ചു തരാം. ഒന്ന് എടുക്കാവോ മറ്റേ ഡ്രൈവേഴ്സ്? കാണിച്ചു തരാം. എന്റെ ക്യാമറ ഒന്ന് പിൻ ചെയ്യാം. ഇത് മോൺസ്റ്റർ മോട്ടോർ ഷീൽഡ് എന്ന് പറയാം. ഇത് ആർഡിനോനെ പറ്റുള്ളൂ. ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ് ഫോർ റാസ്ബെറി പൈ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട L29810. പിന്നെ ഇത് കുറച്ചുകൂടി സൈട്രോൺ എന്ന് പറഞ്ഞിട്ട് കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മോട്ടോർ ഡ്രൈവറിന് ഒരു മോട്ടോർ ഡ്രൈവറിന് ഒരു മോട്ടോർ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇങ്ങനത്തെ മോട്ടോർ ഡ്രൈവറിനൊക്കെ ഒരു മോഡ്യൂൾ വെച്ചിട്ട് ഇവിടെ ഒരു പോർട്ട് ഉണ്ട്, ഇവിടെ ഒരു പോർട്ട്, 2 മോട്ടോർ നമുക്ക് കണക്ട് ചെയ്യാം. ബട്ട് ഇതിന് ഒരു മോട്ടോർ ഡ്രൈവറിന് ഒരു മോട്ടറാണ് ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതൊരു സംതിങ് കോൾഡ് RMCS. ഇത് കുറച്ചുകൂടി ഇതിനും സിംഗിൾ മോട്ടർ ഓടിക്കാൻ പറ്റുള്ളൂ. ബട്ട് ഇതിന്റെ അകത്ത് ഒരു മൈക്രോ കൺട്രോളർ ഉണ്ട്. ഓക്കെ, ഇതാരത് വരയ്ക്കണേ. സോ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി ഹൈ പവർഡ് മോട്ടോഴ്സ് ഒക്കെ ട്രൈ ചെയ്യാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ കൺവേർട്ടർ, 12 volt to 5 volt. അപ്പോൾ ആ GPIO പവർ എടുത്തിട്ട് ഈ മോട്ടോർ ഡ്രൈവർ നേരെ മോട്ടറിലോട്ട് സപ്ലൈ ചെയ്യും. അതാണല്ലേ ഇതിന്റെ ഫംഗ്ഷൻ? GPIO ഔട്ട് എടുത്തിട്ട് നമ്മുടെ മോട്ടോർ ഡ്രൈവറിലേക്ക് കൊടുത്തിട്ട് മോട്ടോർ ഡ്രൈവറിന്റെ മോട്ടർ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് മോട്ടോർ ഡ്രൈവ് ചെയ്യാം. മോട്ടറിലോട്ട്. ഓക്കെ ഓക്കെ. കുഞ്ഞു വോൾട്ടേജ് വെച്ചിട്ട് നമുക്ക് മോട്ടറിനെ കൺട്രോൾ ചെയ്യാം. ഓക്കെ, യെസ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? ഇതിലപ്പോ മോട്ടറിന്റെ സ്പീഡ് കൺട്രോളിംഗ് ഉണ്ടോ? പറ്റും. നമുക്ക് PWM വാല്യൂസ് ഔട്ട്പുട്ട് ചെയ്യാം. അതായത് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. നേരത്തെ കാണിച്ച മോട്ടോർ ഡ്രൈവറാണ്, സൈട്രോൺ എന്ന് പറഞ്ഞത്. ഹെവി ഡ്യൂട്ടി മോട്ടോഴ്സ് ഒക്കെ നമുക്ക് ഇത് വെച്ച് വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം. എനി മോർ ഡൗട്ട്സ്? അപ്പം രസം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നേരത്തെ ഞാൻ തുടക്കത്തിൽ ഒരു വീഡിയോ കാണിച്ച് ഓർക്കണ്ടോ, ലൈക്ക് ഒരു VR ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒരു റോബോട്ട് ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പൊ അങ്ങനത്തെ കേസസിലൊക്കെ നമുക്ക് മോട്ടോർ ഡ്രൈവ് ചെയ്യേണ്ടി വരും. അപ്പൊ പ്യൂർലി റാസ്ബെറി പൈ ആയിരിക്കും അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് GPIO മോട്ടോർ ഡ്രൈവറിലേക്ക് കൊടുത്തിട്ട് അത് വെച്ചിട്ട് മോട്ടോർ കൺട്രോൾ ചെയ്യാം. ആൻഡ് നമുക്ക് കമാൻഡ്സ് വേണമെങ്കിൽ ഫോണിൽ നിന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ജോയ്സ്റ്റിക്ക് നിന്ന് കൺട്രോൾ ചെയ്യാം. അങ്ങനെ ദ പോസിബിലിറ്റീസ് ആർ ഇൻഫൈനൈറ്റ്. യെസ്, ഇത് റാസ്ബെറി പൈക്ക് പറ്റിയ കോഴ്സസ് കുറച്ച് ഞാൻ യുഡെമിയിൽ കാണിച്ചു തരാം. ഇതിനകത്ത് എത്തിക്കൽ ഹാക്കിംഗ് ഒരു കോഴ്സ് ഞാൻ കണ്ടായിരുന്നു. ഇതുണ്ടോ, ലേൺ ഹാക്കിംഗ് യൂസിങ് റാസ്ബെറി പൈ ഫ്രം സ്ക്രാച്ച്. എന്റെ അടുത്ത് ഇന്നലെ കുറച്ച് പേര് പറഞ്ഞായിരുന്നു ഹാക്കിംഗ് വേണം. ഐ തിങ്ക് ദിസ് വിൽ ബി യൂസ്ഫുൾ. ഞാൻ എടുത്ത് നോക്കിയില്ല, ലൈക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലിംസ് ചെയ്തോളൂ. ഐ തിങ്ക് ദിസ് വിൽ ബി യൂസ്ഫുൾ. നമുക്ക് ഒരു അഡ്വാൻസ് സെഷൻ വെക്കുവാണെങ്കിൽ കുറച്ച് ടൂൾസ് ഞാൻ കാണിച്ചു തരാം, ലൈക്ക് ഫിഷിംഗ് അറ്റാക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഇസ് ഫൺ. നമുക്ക് റാസ്ബെറി പൈ OS ഒക്കെ കാളി ലിനക്സ് ഒക്കെ ഫ്ലാഷ് ചെയ്തിട്ട് ഇതേപോലെ SSS ഒക്കെ ചെയ്തിട്ട് ചെയ്യാം. When we are using power bank is 5 volt 2 amp okay for long time working. Yes, 5 volt 2 amps okay ആണ്, but recommended 3 amps ആണ് റാസ്ബെറി പൈ 4 ലൊക്കെ. പിന്നെ PD പവർ ബാങ്ക് കിട്ടും, പവർ ഡെലിവറി Type C to Type C. അതാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. യെസ്, ടൈം എന്റെ കയ്യിൽ ഒരു പവർ ബാങ്ക് ഉണ്ടായിരുന്നു, 10,000 mAh ആണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് I used to get around 1.5 hours of playback. 1.5 to 2. ബട്ട് അത് കുറച്ച് ഇന്റൻസീവ് പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് CPU ലോഡ് ഒരു 75% നിന്നോണ്ടിരുന്നത്. സോ ലൈവ് പ്രോസസ് ഒക്കെ ആണെങ്കിൽ I think we will get 3 hours ഒക്കെ കിട്ടുമായിരിക്കും. ഓക്കെ, ഇതാണ് PD പവർ ബാങ്ക്. പിന്നെ ഒരു കാര്യം, റാസ്ബെറി പൈ മേടിക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ സ്റ്റാർട്ടർ കിറ്റ്, അതായത് വിത്ത് സെൻസേഴ്സ് അലോങ് വിത്ത് സെൻസേഴ്സ് വേണ്ടവർക്ക് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാട്ടോ. ഐ ഷോ യു സം ലിങ്ക്സ്, അല്ലെങ്കിൽ ഞാൻ മീറ്റ് ചെയ്ത് തരാം, ലൈക്ക് ഓർ ഐ പർച്ചേസ് ഇറ്റ് ഫോർ. വേണ്ടവർ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. Okay, this is my number.
ആമസോണിൽ അവൈലബിൾ ആണ്. Or else എറണാകുളത്തൊക്കെ ആണെങ്കിൽ വിൽ ഗെറ്റ് ഇറ്റ് ഇൻ തോംസൺ ഇലക്ട്രോണിക്സ് അവിടെ പള്ളിമുക്കിൽ അവിടെ കിട്ടും. Any more doubts? Like ചെയ്യാൻ പറ്റുന്ന പ്രോജക്ട്സ് റാസ്ബെറി പൈ എവിടെ കിട്ടും, എങ്ങനെ മേടിക്കാം, മേടിച്ചു കഴിഞ്ഞിട്ട് ആക്സസറി എന്തെങ്കിലും മേടിക്കണോ, പവർ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധാ ഫോൺ ചാർജർ തന്നെ ഉപയോഗിക്കാം, ഇറ്റ്സ് ഫൈൻ. ബട്ട് ഹെവി ടാസ്ക് ഇറ്റ്സ് റെക്കമെൻഡഡ് ടു യൂസ് റാസ്ബെറി പൈ അഡാപ്റ്റർ they say. But ഞാൻ ഇത്രയും കാലം ഫോൺ ചാർജർ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ, വർക്കിംഗ് ഫൈൻ, നോ പ്രോബ്ലം. മേക്ക് ഷുവർ ഇറ്റ്സ് എ ഗുഡ് ഫോൺ ചാർജർ. ഒരു 5 വോൾട്ട് 3 ആംസ് 2.5 ആംസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓറൽസ് ഒരു ലൈറ്റ്നിങ്ങിന്റെ ഐക്കൺ നമ്മുടെ റാസ്ബെറി പൈയുടെ സ്ക്രീൻ കാണിക്കും, വിച്ച് ഷോസ് ദ പവർ ഡെലിവറി ഇസ് നോട്ട് ഇനഫ്. പിന്നെ ഈ GPIO പിൻസ് ഒക്കെ ഉപയോഗിക്കുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ടു ഹാവ് 5 വോൾട്ട് ആൻഡ് 3 ആംസ്. Yes, I know what else. മെയിൻ ലോജിക് ഉണ്ടാക്കിയത് അർജുൻ ചേട്ടനാണ്. ഐ കോപ്പിഡ് ഹിസ് കോഡ് ആൻഡ് അതിനകത്ത് ഞാൻ GPIO ഇന്റഗ്രേഷൻ ആണ് ചെയ്തത്. ലൈക്ക് റോക്ക് പേപ്പർ സിസർ വരുമ്പോൾ ബ്ലിങ്ക് ചെയ്യുക, ആ സാധനം ചെയ്തത് ഞാനാണ്. താങ്ക്സ് ടു ഹിം. യെസ്, ദിസ് ഇസ് ദ കോഡ്. ഇതിപ്പോ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കമ്പൈലറിൽ കൊണ്ടുപോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കാം. ഇറ്റ് ഷുഡ് വർക്ക്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ജസ്റ്റ് ഇതും കൂടി ഞാൻ കാണിക്കാം. It should work. Okay, syntax is indentation correct ചെയ്യേണ്ടി വരും. ഒന്നുകൂടി റൺ ചെയ്യാം. അതാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ we'll wind up. All right. A big thank you to Jaren for taking time from his busy schedule to come and take the session. Also, the organizers of this event as well. Thank you everyone for coming. Hope you all have a great day. Thank you.